بسم الله الرحمن الرحيم السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ അധ്യക്ഷൻ, വേദിയിൽ ഉപേക്ഷരായ പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരികളെ, ഈ സംരംഭം വീക്ഷിക്കുന്ന സഹോദരങ്ങളെ, സഹോദര വിഭാഗാംഗങ്ങളെ, ഇവിടെ മഞ്ചേരിയിലെ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഒരു വേദിയാണ് നാം സംവദിച്ചിരിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു സംഘടനയല്ല, ഇതൊരു സംഘടനയുടെ വാക്താക്കളുടെ പരിപാടിയുമല്ല, മറിച്ച് ഇത് ലോകത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകരുമായ റബ്ബിൻ്റെ നിയമം അവൻ ഭൂമിയിൽ അവൻ്റെ പ്രവാചകന്മാരിലൂടെ പ്രഖ്യാപിച്ച് അത് മാനവ സമൂഹം അത് സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഈ നിയമത്തെ ഒരു സംഘടനകൾക്കും ആ സംഘടനകളുടെ മതിൽക്കെട്ടിനുള്ളിൽ കെട്ടിവെക്കാൻ പറ്റിയ ഒരു ആദർശമല്ല എന്ന് എൻ്റെ സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. ഇസ്ലാഹി ആദർശം, നമ്മൾ സലഫി ആദർശം എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യയിലുണ്ട്, അതുപോലെ പാകിസ്ഥാനിലുണ്ട്, അതുപോലെ ഏഷ്യൻ രാഷ്ട്രങ്ങളിലും പശ്ചിമേഷ്യയിലും ആഫ്രിക്കയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സലഫി ആദർശത്തിൻ്റെ വാക്താക്കളുണ്ട്. ആ രാഷ്ട്രങ്ങളിലൊന്നും ഇപ്പോൾ ഹറമൈനിയുടെ നാടായ മക്ക മദീന, ഈ രണ്ട് ഹറമുകളുള്ള രാഷ്ട്രമാണ് സൗദി അറേബ്യ. അവിടെയും ലക്ഷക്കണക്കായ സലഫികളുണ്ട്. അവരാരും തന്നെ ഒരു സംഘടനയുടെ നിയന്ത്രണത്തിൽ, ഒരു സംഘടനയുടെ സർക്കുലറിനടിസ്ഥാനത്തിൽ, ഒരു സംഘടനയുടെ ചട്ടക്കൂട്ടിൽ അല്ല അവർ നിൽക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കാൻ ഈ ലോകത്തിൻ്റെ സംരക്ഷകനും നിയന്ത്രണവും ഏറ്റെടുത്ത പടച്ച തമ്പുരാൻ, ഈ പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ റബ്ബിൻ്റെ ഒരു ഭരണഘടനയുണ്ട്, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൻ്റെ ചട്ടക്കുള്ളിലാണ് ലോകത്തുള്ള മുഴുവൻ സലഫികളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഈ സംഘടന എന്താണെന്ന് പോലും അറിയാത്ത 10,000-കണക്കായ ആളുകൾ ഈ സംഘടനയുടെ ആദർശം അവരുടെ ജീവിതത്തിൽ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മുജാഹിദ് ആദർശത്തിലാണ് ഞാൻ എന്ന വിവരം അറിയുന്നത്. ഇന്ന് സൗദി അറേബ്യയിലെ മതകാര്യ വകുപ്പിൽ പ്രബോധകനായി പ്രവർത്തിക്കുന്ന നമ്മുടെ സുഹൃത്ത്
സയദ് ദാരിമിയാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ഈ ആദർശം തന്നെയാണ് മുജാഹിദുകളുടേതുമെന്ന്. അതുപോലെ കേരളത്തിൽ 10,000-കണക്കായ വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ഈ ആദർശത്തിൻ്റെ വാക്താക്കളായി പ്രവർത്തിക്കുന്നു. ലോകത്ത് എല്ലായിടങ്ങളിലുമുണ്ട്. ഈ സംഘടനയിൽ, സലഫി സംഘടനയിൽ മെമ്പറാവാൻ, സലഫി സംഘടനയുടെ മെമ്പർഷിപ്പ് ലഭ്യമാവാനുള്ള ഉപാധികളും അതിനുള്ള ഡിമാൻഡുകളും എന്താണെന്ന് പരിശോധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനമാണ് ഇതിന്റെ മെമ്പർഷിപ്പ്. കലിമ ചൊല്ലിയ ആർക്കും ഇതിൽ മെമ്പറാവാം. അള്ളാഹു അല്ലാതെ ഒരാരാധ്യനില്ല, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നതോടെ ഈ സലഫി സംഘടനയിൽ ആള് മെമ്പറായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുത്തനെ ഈ ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തേക്കിടാൻ അള്ളാഹുവിന്റെ ഭൂമിയിൽ ആർക്കും അധികാരമില്ല. മഹാനായ പ്രവാചകന്റെ സ്വഹാബി ഉസാമ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധവേളയിൽ ഇസ്ലാമിന്റെ ശത്രുവുമായി മൽപിടുത്തം നടക്കുമ്പോൾ ശത്രു പരാജയപ്പെടും, ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉടലിൽ നിന്ന് ശിരസ് വെട്ടിമാറ്റുമെന്ന് ഇസ്ലാമിന്റെ ശത്രുവിന് ബോധ്യമായപ്പോൾ അദ്ദേഹം ആ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി. ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. പ്രവാചകന്റെ അരികിൽ വന്ന് പറഞ്ഞു, നബിയെ, അദ്ദേഹം വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, ഞാൻ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞത്, നാളെ പരലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ആ മനുഷ്യൻ വന്നാൽ നീ എന്ത് ചെയ്യും എന്ന് റസൂലുള്ളാഹിയുടെ ചോദ്യത്തിന് മുമ്പിൽ ആ സ്വഹാബി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അന്ന് വരെ അനുഭവിക്കാത്ത ദുഃഖത്തിന്റെ ഉടമയാവുകയാണ്. അദ്ദേഹത്തിന് സഹിക്കാനാവാത്ത അസഹനീയമായ വേദനയാണ് പ്രവാചകന്റെ ആ ചോദ്യത്തിലൂടെ ഉണ്ടായത്. നാം പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യത്തിൽ ആർക്കും ഒരു അധികാരവുമില്ല. അവൻ അള്ളാഹുവിന്റെ മതത്തിന്റെ മെമ്പറായി. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതികമായ റോഡും വെള്ളവും വെളിച്ചവും ഒക്കെയാണ് ആവശ്യം. അതിനു വേണ്ടി അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ചിട്ടകൾ ഉണ്ടാകും, അവരുടേതായ ഡിമാൻഡുകൾ ഉണ്ടാകും. അവരുടെ രാഷ്ട്രീയ സംഘടനയിൽ മെമ്പറാവാൻ ഒരുപാട് ഉപാധികൾ ഉണ്ടാകും. ഖേദകരമെന്ന് പറയട്ടെ, കേരളത്തിലെ മതസംഘടനകളിൽ ഒരാൾ മെമ്പറാവണമെങ്കിൽ, മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ വർഷങ്ങളോളം സംഘടനാ നേതാക്കളുടെ ബാക്കിൽ അവരുടെ ആളാണെന്ന് ധരിപ്പിക്കാനുള്ള വേലപ്പണികളെടുത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ച് അവരുടെ പാദസേവകരായി നടന്നാലേ മെമ്പർഷിപ്പ് നൽകൂ, അവരുടെ സ്വകാര്യ സൂക്ഷിപ്പുകാരാവാൻ യോഗ്യതയുണ്ടെങ്കിലേ മെമ്പർഷിപ്പ് നൽകൂ എന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ മതസംഘടനകൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ മതസംഘടനകൾ എന്താണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് കേരളത്തിലെ കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അറിയേണ്ടതുണ്ട്. ഈ മതസംഘടനകളുടെ അകത്തളത്തിലുള്ള നിഗൂഢതകൾ ലോകത്തിന്റെ നിയന്താവായ റബ്ബിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന് വേണ്ടിയുള്ള പ്രബോധനമല്ലേ ഇവർക്കുള്ളത്? അതിൽ എന്ത് നിഗൂഢതകളാണുള്ളത്? ഈ മതസംഘടനകൾ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിഗൂഢതകൾക്ക് ഒരു സ്ഥാനവുമില്ല. അതേ സ്ഥാനത്ത് ഇന്ന് നമ്മൾ സംഘടനകളുടെ മെമ്പർഷിപ്പ് വിതരണ കാര്യങ്ങളും മറ്റും ആലോചിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്, ഈ സംഘടനകളൊക്കെ ആറ്റം ബോംബ് നിർമ്മാണവും അതുപോലെ ആയുധ പരിശീലനവും ആയുധ നിർമ്മാണങ്ങൾക്കുമുള്ള ഇറങ്ങിപ്പുറപ്പാടാണോ ഈ സംഘടനകൾ ചിന്തിക്കുന്നത്, ഇവർ പ്രവർത്തിക്കുന്നത്? ഇന്ത്യയിലെ ഇവിടത്തെ മതേതര ഗവൺമെന്റുകൾ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കൃത്യമായി നിരീക്ഷിക്കുമെന്നാണ് ജനാധിപത്യ വിശ്വാസികളായ, ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന വിനീതനായ ഞാൻ വിശ്വസിക്കുന്നത്, ഈ രാഷ്ട്രത്തെ ഭരിക്കുന്നവർ, ഇവിടത്തെ നിയമപാലകന്മാർ, മതസംഘടനകൾ, ആ മതസംഘടനകൾക്ക് അർഹിക്കാത്ത പ്രവർത്തന പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ
അവരുടെ അകത്തളത്തിലുള്ള നിഗൂഢതകൾ ഇവിടെയുള്ള ഭരണകൂടം ശരിക്കും പരിശോധിക്കുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളെ, നാം പറഞ്ഞു വരുന്നത് ഈ മതസംഘടനയിൽ സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മെമ്പറാവാൻ കെലിമ ചെല്ലുന്നത് മാത്രമാണ്. ആഫ്രിക്കൻ വനാന്തരാളങ്ങളിൽ പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും അതിന് പൗരാണികരായ പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനവും അവിടെ വെച്ചൊരാൾ പഠിക്കുകയും ലോകത്തുള്ള ഒരു സംഘടനയുമായി ഒരു ബന്ധവുമില്ലാതെ അദ്ദേഹം പോവുകയും ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ നമുക്ക് ഒറിജിനൽ സലഫി എന്ന് വിശ്വസിക്കാൻ കഴിയും. കാരണം ഖുർആനിലും ഹദീസിലുമുള്ള കാര്യങ്ങൾ പൗരാണികരായ, അതായത് മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും സഹാബത്ത്, താബീകൾ, തബഅ് താബീകൾ എന്ന് മുസ്ലിം ലോകം പറയുന്ന ഈ ആളുകൾ അവരുടെ കാലത്ത് ഇസ്ലാമിനെ എങ്ങനെ ഇവിടെ വിവരിച്ചോ അതുപോലെ ഇസ്ലാമിന്റെ കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാൽ മതി എന്നേ സലഫി പ്രസ്ഥാനത്തിന് പറയാൻ, സലഫി പ്രബോധകന്മാർക്ക് പറയാൻ അധികാരമുള്ളൂ. അതേ സ്ഥാനത്ത് ഒരു സലഫി സംഘടനയാണെങ്കിൽ അതിനകത്ത് ചാരന്മാരുണ്ടോ കപടന്മാരുണ്ടോ എന്നൊന്നും നോക്കാനുള്ള അധികാരം അല്ലാഹു തആല സലഫികൾക്ക് നൽകിയിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, ഉസാമ അദ്ദേഹം വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കെലിമ ചൊല്ലിയത് എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നാളെ മാശ്ശറയിൽ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹുമായി വന്നാൽ നീ എന്ത് ചെയ്യും എന്ന് റസൂലുള്ള ചോദിച്ചതുപോലെ. മാത്രമല്ല സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രവാചകന്റെ മദീനത്തുർ റസൂൽ, അവിടെ പ്രവാചകന്റെ സഹാബാക്കളിൽ ആരൊക്കെയുണ്ട്? കപട വിശ്വാസികളുണ്ട്, ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളുണ്ട്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, അല്ലെ? കപട വിശ്വാസികൾ നരകാഗ്നിയുടെ ഏറ്റവും അടിത്തട്ടിൽ ആ കപട വിശ്വാസികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു, വമിമ്മൻ ഹൗലകും മിനൽ അറാബി മുനാഫിഖൂൻ ലാ തഅലമുഹും നഅലമുഹും. നബിയെ, നിങ്ങൾക്ക് മദീനയിൽ നിങ്ങൾക്ക് ചുറ്റും കപട വിശ്വാസികളുണ്ട്, നിങ്ങൾക്ക് അവരെ അറിയില്ല. നഹ്നു നഅലമുഹും, നമുക്കവരെ അറിയാം. മുഹമ്മദ് നബി പറഞ്ഞില്ല, പടച്ചവനെ എന്റെ പ്രബോധനം ഞാനിവിടെ അവസാനിക്കും, നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് മുനാഫിക്കുകളെ മുഴുവനും പുറത്താക്കാതെ, കപടന്മാരെ പുറത്താക്കാതെ ഇനി ഒരു അടി മുന്നോട്ട് പോവാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോടും പറഞ്ഞില്ല. അള്ളയും അങ്ങനെ ഒരു തീരുമാനമെടുത്തില്ല, അല്ലെ? അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂലിന്റെ മയ്യത്ത് മുസൽമാന്റെ മക്ബറയിൽ മറമാടപ്പെട്ട ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, സലഫി ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം ഉച്ചരിക്കുന്ന ആളുകൾ എല്ലാം സമന്മാരാണ്. അവരുടെ പേരിൽ യാതൊരുവിധ അധികാരവും അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ സലഫികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഏത് മേഖലകളിലുള്ള സലഫികളുടെയും പ്രബോധനങ്ങളും അവരുടെ സ്വഭാവങ്ങളും ശൈലികളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എത്ര വലിയ തെറ്റുകളാണെങ്കിലും ഗുണകാംക്ഷയോടെ ഉപദേശം നൽകുകയും നല്ല രൂപത്തിൽ പെരുമാറുകയും എത്ര വലിയ തെറ്റുകൾ ചെയ്തവരാണെങ്കിലും തെറ്റിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്ന ഒരു വിഭാഗമാണ് ലോകത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള സലഫികൾ. അത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലുമൊക്കെ വെളിയങ്കോട് ഉമർ മൗലവിയും KM മൗലവിയും വക്കം മൗലവിയും അതുപോലെ EK മൗലവിയും അതുപോലെയുള്ള കഴിഞ്ഞ കാല മഹാരഥന്മാരായ സലഫി പണ്ഡിതന്മാർ ഈ കേരളത്തിൽ കാഴ്ചവെച്ചത് എന്ന് നമുക്കറിയാം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, ഞാൻ പറഞ്ഞല്ലോ, സലഫികളുടെ എല്ലാ പ്രവർത്തനങ്ങളും, സംഘടനയാവട്ടെ, വ്യക്തി ജീവിതമാവട്ടെ, കുടുംബ ജീവിതമാവട്ടെ, ബിസിനസ് ആവട്ടെ, അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പ്രവാചകന്റെ ജീവിതമാണ് അവർ കാഴ്ചവെക്കുക. പ്രവാചകൻ ഉഹദ് യുദ്ധം നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കുറച്ചാളുകളെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഉടലിലുള്ള ശിരസ്സുകൾ വെട്ടിമാറ്റപ്പെട്ടാലും, ഞങ്ങളുടെ ജീവൻ ഇവിടെ പന്താടപ്പെട്ടാലും ആ പർവ്വതത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങാൻ പാടില്ല. ആ ആളുകൾ അവരുടെ ഒരു ദുർബല നിമിഷത്തിൽ അവർ ഇറങ്ങിപ്പോയി. അവർ ഇറങ്ങിയത് കാരണം, നമ്മുടെ കാഴ്ചയിൽ അവർ ഇറങ്ങിയത് കാരണം ആ ഉഹദിൽ പരാജയം സംഭവിച്ചു.
പ്രവാചകന്റെ 70ഓളം സഹാബാക്കൾ വധിക്കപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പണി ചെയ്തില്ല അവർ. പ്രവാചകന്റെ വാക്ക് ധിക്കരിച്ചു അവർ. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. പ്രവാചകന്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പ്രവാചകൻ ഒരു പണി ഏൽപ്പിച്ച് ആ പണി ചെയ്യാത്തതിന്റെ പേരിൽ 70 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ മുഹമ്മദ് നബി അവർക്കെതിരെ അപകടകരമായ പ്രഖ്യാപനമോ അവരെ ആക്ഷേപിക്കുകയോ അവരെ പുറത്താക്കുകയോ അവർക്കെതിരെ ശിക്ഷാ നടപടിയെടുക്കുകയോ ചെയ്തില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്നോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 70 അനുചരന്മാരുടെ ജീവൻ കൊണ്ട് പന്താടപ്പെട്ട ഭീകരമായ രംഗം സംജാതമാവാൻ കാരണമായത് ആ പർവ്വതത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങിയതിന്റെ പേരിലായിരുന്നു. കാവൽക്കാർ അവരിറങ്ങിയതിന്റെ പേരിൽ ഇത്രയും വലിയൊരു അപകടമുണ്ടായിട്ട് ആ ഇറങ്ങിയ യോദ്ധാക്കളോട് മുഹമ്മദ് നബി നല്ല നിലയിൽ പെരുമാറി. റസൂലുള്ളാഹിയുടെ ആ പെരുമാറ്റത്തിന് അള്ളാഹു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. പടച്ച തമ്പുരാൻ പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടാണ് അവരോട് നല്ല രൂപത്തിൽ നിങ്ങൾക്ക് പെരുമാറാൻ സാധിച്ചത്. നിങ്ങൾ കടുത്ത ഹൃദയത്തിന്റെ ഉടമയായിരുന്നെങ്കിൽ ആളുകൾ നിങ്ങളെ അവഗണിച്ച് മാറിപ്പോകുമായിരുന്നു. ഗൗരവപൂർവം സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സലഫി ആദർശത്തിന്റെ അടിക്കല്ലിളക്കുന്ന പ്രവണതകളുമായി പ്രവാചകന്റെ ചര്യയിൽ നിന്നും മാറി, തൗഹീദിന്റെ വചനത്തിന്റെ നിർവചനങ്ങളിൽ നിന്നും മാറി ആരെങ്കിലും അവരുടെ കടുത്ത ഹൃദയവുമായി മുന്നോട്ട് പോയാൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? ലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക. റബ്ബിന്റെ ആ പ്രഖ്യാപനം ഏത് കാലത്തും അരങ്ങേറുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സലഫികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സംഘടന അല്ല എന്ന വസ്തുത നാം തീർത്തും മനസ്സിലാക്കിയേ പറ്റൂ. സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശം എങ്ങനെ നിൽക്കുന്നു, അതിന് അനുഗുണമായ രൂപത്തിൽ സംഘടനകളെ വളക്കാനും വ്യക്തികളെ വളക്കാനും സ്ഥാപനങ്ങളെ വളക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾ ആദർശത്തിലേക്ക് വളക്കുക എന്നല്ലാതെ ഈ ആദർശത്തെ ചെരുപ്പിന് യോജിക്കുന്ന രൂപത്തിൽ കാലുമുറിക്കുന്ന സ്വഭാവം സലഫികൾക്കില്ല. അതുപോലെ തന്നെ സലഫികളെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടമുണ്ടാവണമെന്നുമില്ല. മറിച്ച് ഓരോ സലഫി പ്രവർത്തകന്റെയും കാഴ്ചപ്പാട് ഈ ഭൂമിയിൽ മാനവ സമൂഹത്തിന് ജീവിക്കാനുള്ള നിയമസംഹിതകളുടെ സമാഹാരമായ ഖുർആൻ, ആ ഖുർആനിനെ പഠിക്കാൻ ഇവിടെയുള്ള ഹൈന്ദവന് അവകാശമുണ്ട്, ഇവിടെയുള്ള ക്രൈസ്തവന് അവകാശമുണ്ട്, ഇവിടെയുള്ള സിഖുകാരന് അവകാശമുണ്ട്, ഇവിടെയുള്ള എല്ലാ മതവിഭാഗക്കാരനും ഖുർആനിനെ കുറിച്ച് പഠിക്കാനും അതിനെ വിമർശിക്കാനും വിമർശന പഠനം നടത്താനുമുള്ള അധികാരമുണ്ട്. ആ അധികാരം അവർക്ക് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മാത്രമല്ല സലഫി പ്രവർത്തകന്മാർ എവിടെയുണ്ടോ അവിടെയൊക്കെയുള്ള ആളുകൾക്ക് അവന്റെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ പ്രവണതയാണ്, ഏറ്റവും വലിയ അക്രമമാണ് ശിർക്ക് എന്നുള്ളത്. ആ ശിർക്കുമായി ഒരു നിലക്കും യോജിക്കാൻ, സന്ധിയാവാൻ, സഹകരിക്കാൻ സാധ്യമല്ല സലഫികളെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. മഹാനായ ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട്, അബൂദർദാനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, ലാ തുശ്രിക് ബില്ലാഹ് ഇൻ ഖുത്തഅത ഔ ഹുർരികത. നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. നിന്റെ കൈകാലുകൾ വെട്ടിമാറ്റപ്പെട്ടാലും, നിന്നെ ജീവനോടെ ഇഞ്ചിഞ്ചായി കഷ്ണമായി വെട്ടിമുറിക്കപ്പെട്ടാലും, ഔ ഹുർരിക്ത, നിന്നെ തീക്കുണ്ടാരത്തിൽ ചുട്ടുകരിക്കപ്പെട്ടാലും ശിർക്ക് ചെയ്തു പോവരുത്. സലഫികളുടെ ഹൃദയാന്തരാളങ്ങളിലുള്ള ആദർശം അതാണ്. കുടുംബം തകർന്നാലും, വ്യക്തിത്വം തകർന്നാലും, സമ്പത്ത് തകർന്നാലും, ബിസിനസ് തകർന്നാലും, എല്ലാം തകർന്നാലും എന്റെ നെഞ്ചകത്തുള്ള എന്റെ ജീവനേക്കാൾ ഞാൻ കാത്തുസൂക്ഷിക്കുന്ന എന്റെ വിശ്വാസത്തിൽ ശിർക്ക് കലരാൻ പാടില്ല. ഒരു മനുഷ്യൻ യാ ഗൗസ് മുഹിയുദ്ദീൻ എന്ന് ഒരു പ്രാവശ്യം അവന് വിളിച്ചു കഴിഞ്ഞാൽ കോടാനക്കോടി പ്രാവശ്യം അവൻ മുശ്രിക്കായി. അത്രയും ഭയമാണ് സലഫികൾക്ക് ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് കോടാനകോടി പ്രാവശ്യം മുശ്രിക്കാകുന്നത്? മുഹിയുദ്ദീൻ ശൈഖയെ കാക്കണേ,
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ എന്തും ചോദിക്കാൻ മുഹിയുദ്ദീൻ ശൈഖിനോട് ചോദിച്ചാൽ അദ്ദേഹം ചെയ്തു തരും, അത് വീട്ടിത്തരും എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ ഇവിടെ പങ്കുചേർക്കുകയാണ്. എന്തെല്ലാം ഗുണങ്ങളാണോ അള്ളാഹുവിനുള്ളത് എങ്കിൽ എവിടുന്ന് വിളിച്ചാലും കേൾക്കും, എന്ത് ചോദിച്ചാലും ഉത്തരം ചെയ്യും, എല്ലാം കാണും. ഇങ്ങനെയുള്ള മുഴുവൻ ഗുണങ്ങളും ശൈഖ് ജീലാനിയിൽ ആരോപിക്കുകയാണ്. അതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകരുകയാണ്. ഈ ശിർക്ക് ഒരിക്കലും തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, സലഫികളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. മുഹിയുദ്ദീൻ ശൈഖിനെ പോലും വിളിക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ ശൈഖും സലഫികളും തമ്മിൽ തർക്കമില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയും സലഫി പ്രവർത്തകന്മാരും തമ്മിൽ ഉടക്കുന്നുമില്ല. കാരണം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം പറയുന്നത് ലാ തദ്ഉ മഅല്ലാഹി അഹദ, നീ അള്ളാഹുവിനോട് കൂടെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിനും മാത്രമേ നീ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. കമാ ഖാല അസ്സ വജല്ല അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്, ആ പള്ളികളിൽ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തരുത് എന്നിങ്ങനെ മുഹിയുദ്ദീൻ ശൈഖ് ആയത്തോതിക്കൊണ്ടാണ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ കേരളത്തിൽ വളരെ സജീവമായി കേൾക്കുന്ന ഒരു ആരോപണമുണ്ട്. എന്താണ്? കേരളത്തിലെ സലഫികൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന്. ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു ജിന്നിനെ കണ്ടാൽ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തോട് സഹായം തേടുന്നു സലഫികൾ എന്നുള്ളത്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒഴിഞ്ഞ സ്ഥലത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു ജിന്നിനെ ഒരാൾ കണ്ടാൽ അദ്ദേഹത്തോട് മിണ്ടാൻ പോകോ? ഓടി തടി വട്ടാക്കൂലേ? ഇവൻ ഓടിയ സ്ഥലത്ത് പുല്ല് മുളക്കുവോ? ആരെങ്കിലും ഒരു സലഫിയും അല്ല, സലഫി മാത്രമല്ല, ഒരു ഹൈന്ദവനും ഒരു മതക്കാരനും ഒരു ജിന്നുണ്ട്, ഒരു ശൈത്താനപ്പുറത്തുണ്ട് എന്ന് കണ്ടാൽ മൂപ്പരോട് കൂട്ടുകൂടാൻ പോകുമോ? അവന്റെ തടി രക്ഷപ്പെടുത്തൂലേ അവിടുന്ന്? ആരോടാണ് ഇതൊക്കെ? കേരളത്തിൽ മുഴുവനും സാക്ഷരത നേടിയ ആളുകളോടാ പറയുന്നത്. സലഫികളിൽ ഒരു വിഭാഗം ആളുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ആളുകളുണ്ട് എന്ന്. കേരളത്തിലുള്ള ആളുകൾ മുഴുവനും എഴുത്തും വായനയും അറിയുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് തനി അസംബന്ധമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുടെ പേരിൽ ആക്ഷേപങ്ങൾ ഇത് ഇന്ത്യ രാജ്യമായതുകൊണ്ട് ആർക്കും പറയാം. അതിനൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം പരാതിയില്ല. ആർക്കും ആരെ സംബന്ധിച്ചും എന്തും പറയാമല്ലോ. പക്ഷേ ഒരു വസ്തുത എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളിലോ അവന്റെ ഗുണങ്ങളിലോ അവന്റെ പ്രവർത്തികളിലോ അവന്റെ സത്തയിലോ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ സലഫികൾ എന്ന് പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ ദാത്തിലോ അവന്റെ തടിയിലോ അവന്റെ ഗുണങ്ങളിലോ അവന്റെ പ്രവർത്തികളിലോ ഏതെങ്കിലും ഒരു വസ്തുവിനെ പങ്കു ചേർത്തു എന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിച്ചാൽ അവര് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഷെയ്ഖ് ജീലാനിയോട് പ്രാർത്ഥിച്ചാൽ കോടിക്കണക്കിന് പ്രാവശ്യം ശിർക്കായി പോയി എന്ന് പറയുന്ന സലഫികൾ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുമോ സഹോദരങ്ങളെ? അള്ളാന്റെ റസൂലിനോട് പ്രാർത്ഥിച്ചാൽ മുശ്രിക്കായി എന്ന് പറയുന്ന, ശിർക്കായി എന്ന് പറയുന്ന സലഫികൾ, ആദം നബിയോട് പ്രാർത്ഥിച്ചാൽ ശിർക്കായി എന്ന് പറയുന്ന സലഫികൾ, ബദരീങ്ങളോട് പ്രാർത്ഥിച്ചാൽ ശിർക്കായി എന്ന് പറയുന്ന സലഫികൾ, ഉഹദീങ്ങളോട് പ്രാർത്ഥിച്ചാൽ ശിർക്കായി എന്ന് പറയുന്ന സലഫികൾ, ജിന്നിനോടും ശൈത്താനോടും പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറയുമോ? ഈ ആദർശ പ്രസ്ഥാനത്തിലെ കളങ്കമറ്റ ഹൃദയത്തിന്റെ ഉടമകളായ നട്ടപ്പാതിര സന്ദർഭങ്ങളിൽ തഹജ്ജുദ് നമസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പ്രബോധന പ്രവർത്തനങ്ങളുമായി പോകുന്ന ആളുകളെ നേരിടാൻ ഒന്നുകൊണ്ടും സാധിക്കാതെ വരുമ്പോൾ അവർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അവർ ആ പണിയുമായി, അതിനുള്ള മറുപടിയുമായി കുറച്ചു കാലം മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ ശിർക്കും കുഫ്റും ബിദ്അത്തും അതുപോലെ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടികളുമൊക്കെ മുന്നോട്ട് പോവാമെന്ന ചിലർക്ക് ധാരണയുണ്ടെങ്കിൽ ആ ധാരണക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സലഫികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഖൈറല്ലാതെ ഒന്നും വിധിക്കില്ല, ഒന്നും തരില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര നിർണായകമായ ഘട്ടങ്ങൾ ഉണ്ടായാലും അതൊക്കെ നമുക്ക് ഖൈറിന് മാത്രമായിരിക്കുമെന്നാണ് സലഫികൾ വിശ്വസിക്കുന്നത്. ഒരു കാലത്ത് ഇവിടെ അമേരിക്കയിൽ നിന്ന്
സാനിസ്റ്റുകളുടെ ഓറിയന്റലിസ്റ്റുകളുടെ ചാരന്മാര് വന്നുകൊണ്ട് ഇവിടെ സലഫി പ്രസ്ഥാനത്തോട് കൂടെ പ്രവർത്തിച്ചിരുന്ന ചില ആളുകളെ അവർ വിലക്കെടുത്തുകൊണ്ട്, നമ്മൾ കേട്ടല്ലോ മാർഗാബദ്ധാൻ എന്നൊക്കെ പറയുന്ന സഹോദരി, അവരൊക്കെ ഓറിയന്റലിസ്റ്റ് ഏജന്റുമാർ, അവരെ ഇവിടെ കൊണ്ടുവന്നവരാരായിരുന്നു? സലഫികളോടുകൂടെ നടക്കുന്ന ആളുകളാണെന്ന് പറയപ്പെടുന്ന ആളുകളായിരുന്നു. അവർ കൊണ്ടുവന്നു. സലഫികളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായി. മുജാഹിദ് പ്രവർത്തകന്മാരുടെ ഇടയിൽ കേരളത്തിൽ ബഹളമുണ്ടായി. ഏകദേശം 10 വർഷം മുമ്പ് ആ ബഹളമുണ്ടായപ്പോൾ നടന്നത് എന്താണ്? സലഫികൾ ഞങ്ങൾ ആരാണെന്ന് ഈ കേരളത്തിലുള്ള സഹോദരങ്ങളെ പഠിപ്പിച്ചപ്പോൾ സലഫികളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള പണ്ഡിതന്മാർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവിടെയുള്ള വിദ്യാസമ്പന്നരായ ആളുകൾ, ഇവിടെയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് ഇവര് പറയുന്നത് ഇസ്ലാമിന്റെ തനതായ ഒറിജിനൽ ചിത്രമാണ് എന്ന് കേരളത്തിലുള്ള ആളുകൾക്ക് ബോധ്യമായതുകൊണ്ടാണ് 10 വർഷം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ മടവൂര് പ്രശ്നമുണ്ടായത് കൊണ്ടാണ് നൂറുകണക്കിന് പണ്ഡിതന്മാർക്ക്, ബാക്കവിമാർക്കും ദാരിമിമാർക്കും ഫൈസിമാർക്കും അതുപോലെ നിരവധി അനവധി പണ്ഡിതന്മാർക്കും ലക്ഷക്കണക്കായ പ്രവർത്തകന്മാർക്കും ഈ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകി വരാനുള്ള സാഹചര്യം ഒരുക്കിയത് ഹുസൈൻ മടവൂരാണ് എന്ന വസ്തുത നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ആ പ്രശ്നം വരുന്നതിന് മുമ്പ് മുസ്ലിയാക്കന്മാർ ഇതുപോലെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിയില്ല. എന്തായിരുന്നു ആ സന്ദർഭത്തിൽ പ്രവർത്തകന്മാർക്ക്, സലഫി പ്രവർത്തകന്മാർക്ക് സങ്കടമുണ്ടായി, പ്രയാസമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് സ്വാഭാവികമാണ്. പക്ഷേ അള്ളാഹുവിന്റെ നിയന്ത്രണം നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണ്. പടച്ച തമ്പുരാന്റെ പ്രവർത്തനങ്ങൾ അവന്റെ പ്രോഗ്രാമുകൾക്ക് ഒതുങ്ങി നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെയുള്ള ഒരു കലാ തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സലഫി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു സംഘടനയല്ല എന്നും അതൊരു ആദർശമാണ് എന്നും ആ ആദർശത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആരും അതിന്റെ വാക്താവാണെന്നും അവരെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്നും ജനങ്ങളെ പടച്ച തമ്പുരാൻ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ രൂപത്തിലുള്ള സാഹചര്യത്തിലൂടെ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ചിലപ്പോൾ ഖൈറിനായിരിക്കാം. ഇവിടെ കേരളത്തിൽ ഒരു പത്രത്തിൽ നമ്മളൊരു അഭിമുഖം വായിക്കുകയുണ്ടായി. എൻ്റെ മുൻ സഹോദരന്മാര് EK വിഭാഗത്തിന്റെ സത്യധാരയിൽ ഒരാളുടെ അഭിമുഖം കാണാൻ എനിക്കിടയായി. ആ സത്യധാരക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ പ്രയാസം അവർ പ്രകടിപ്പിച്ചു. അവർ പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനം വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ് സത്യധാരക്കാരൻ വളരെ ശക്തമായ പ്രയാസകരമായ അവരുടെ സങ്കടം അവർ ബോധിപ്പിക്കുകയുണ്ടായി. വളരെ വിശദമായി അവർ അഭിമുഖം അവരുടെ പത്രത്തിൽ കൊടുക്കുകയും അവർ പറഞ്ഞു, വല്ലാത്ത പ്രയാസമായി പോയി, മുജാഹിദ് പ്രസ്ഥാനത്തിൽ വല്ലാത്ത ആഭ്യന്തര കലാപമായി പോയി, വല്ലാത്ത പ്രയാസം അവർക്കുണ്ടായി. കേരളത്തിലെ പല സംഘടനകൾക്കും അത് അവരുടെ ഭാഗത്തു നിന്ന് അവർ പ്രകടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമിക്കാര് പറഞ്ഞു മുജാഹിദുകൾക്കിടയിൽ പ്രയാസമാണ്, അതുപോലെ പലരും പറഞ്ഞു. പക്ഷേ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സ്വാഭാവികമാണ്, ഞങ്ങൾക്കതിൽ വിഷമമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പ്രയാസമുണ്ടായതിൽ ഞങ്ങൾക്കെല്ലാവർക്കും പ്രയാസമുണ്ട്, സങ്കടമുണ്ട്. ഞങ്ങൾ ഒരു അങ്ങാടിയിൽ, ഒരു ടൗണിൽ മുണ്ടയിഞ്ഞ് നിൽക്കുന്നവരെ പോലെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളിൽ വന്ന പോരായ്മകൾ ഇല്ലെന്ന് പറഞ്ഞ് മൂടി വെക്കാൻ നിർവാഹമില്ലല്ലോ, ഞങ്ങൾക്കതിൽ വിഷമമുണ്ട്. പക്ഷേ നമ്മളിവിടെ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത്, സത്യധാരക്കാരൻ വളരെ സങ്കടപ്പെട്ടു മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രയാസം കണ്ടിട്ട്. പക്ഷേ അപ്പുറത്ത് സത്യധാരക്കാരൻ APയും EKയും കളിച്ചത് നമ്മൾ കണ്ടില്ലേ? അന്ന് EKയും EPയും കളിച്ചപ്പോൾ എന്താണ് ഉണ്ടായിരുന്നത്? കാന്തപുരത്തിനെയും ഉള്ളാളം തങ്ങളെയും സമസ്തയിൽ നിന്ന് പുറത്താക്കി 6 ആളെയും. മുജാഹിദ് പ്രസ്ഥാനം അത് വലിയൊരു പ്രയാസമായി പോയി എന്ന് നമ്മൾ പറഞ്ഞില്ല. അതുപോലെ തന്നെ EK അബൂബക്കർ മുസ്ലിയാർ കാഫിറാണെന്ന് ഉള്ളാളം തങ്ങൾ പ്രസംഗിച്ചു, നമ്മൾ അതൊരു പ്രയാസാക്കിയില്ല. അതുപോലെ AP ഗ്രൂപ്പുകാര് EK അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, ഒരൊറ്റ ഒന്നിന്റെയും സുന്നത്തല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല മുണ്ട് പൊക്കി വെക്കിയാല്. EK പറഞ്ഞു, നമ്മൾ പറഞ്ഞു അതൊന്നും ഇപ്പൊ നമ്മൾ നോക്കണ്ട, അതൊന്നും ഗൗരവാക്കി നമ്മൾ എടുത്തില്ല. ഒരിക്കൽ ഓൺലൈൻ ക്ലാസ് റൂമിൽ ചെന്നപ്പോഴാണ് EK പറഞ്ഞത് സത്യമാണോ എന്ന് എനിക്ക് തോന്നിയത്. കാരണം ഓൺലൈനില് അവരുടെ ഓൺലൈൻ ക്ലാസ് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ എന്ത് ചോദിച്ചാലും അവിടെ മറുപടി പറയുന്ന ആളുകൾ പറയാ സുന്നത്തയ്ക്കാൻ തെളിവുണ്ടോ എന്നായിരിക്കും. അങ്ങനെ ആളുകൾ വന്നു നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിൽ, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. ദുബൈയിലെ നമ്മുടെ സഹോദരൻ അബൂ ഇഹ്സാനാണ് ആ ക്ലാസിന്റെ ഓണർ.
അദ്ദേഹം നിയന്ത്രിക്കുന്ന ആ ക്ലാസ് റൂമിൽ ഞാൻ ചെന്നപ്പോൾ നമ്മുടെ ആളുകൾ ചോദിക്കുകയാണ്, സുന്നത്തയിക്കാൻ തെളിവില്ലേ, തെളിവുണ്ടോന്നാണ് ഏപ്പിക്കാർ ചോദിക്കുന്നത്. ഒരു ദിവസം 1 മണിക്കൂർ നേരം സുന്നത്ത് കഴിക്കുന്നതിന്റെ ആയത്തും ഹദീസും ഞാൻ പറയേണ്ടി വന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു നോക്കി, ഇ കെ അബൂഖുർ പറഞ്ഞത് ശരിയാണോന്ന്. എന്തോ ആട്ടെ, അവിടെ ഇന്നും സങ്കടം പറഞ്ഞില്ല. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, അസ്ഹരി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പുറത്താക്കപ്പെട്ടു. അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. എന്തായിരുന്നു പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്? സമസ്തയിലെ വലിയൊരു പണ്ഡിതനെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ കൊന്ന ആളാണ്, കൊലയിൽ കൊലപാതകം നടത്തിയ പ്രതിയാണ്. നമ്മൾ പറഞ്ഞു അത് വിഷയാക്കണം, നമ്മളത് അതിൽ ഇടപെടണ്ട. ഞങ്ങൾ ആരും മിണ്ടിയില്ല. അതുപോലെ തന്നെ മർക്കസ് സന്ദർശിക്കാൻ വേണ്ടി ഒരു മൂലയേരിട്ടി ചെന്നു. അദ്ദേഹം ചെന്നത് ഓർമ്മയുണ്ട്. തിരിച്ച് അദ്ദേഹം പോകുന്ന കോലം പത്രങ്ങൾ ഇവിടെ എഴുതി. ഇനി മാത്രം ഒന്നുമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒളിയത്തറുക്കാൻ വയനാട്ടില് ഒരാൾ ഒളിയത്തിന്റെ മൃഗമായിട്ട് വന്നു. ആ ഒളിയത്തിന്റെ മൃഗത്തെ അറുത്തിട്ടിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അറുത്തോനെ പിടിച്ചറുത്ത് ഒളിയത്തിന്റെ മൃഗത്തെ വിതരണം ചെയ്യാതെ അതിനെ തോല് പോലും പൊളിക്കാതെ അവിടെ തന്നെ കുഴിച്ചു മൂടേണ്ടി വന്നു. അതുപോലെ ഔലിയ പാപ്പ എന്ന ആളുകൾ പറയുന്ന കുണ്ടൂർ ഉസ്താദിന്റെ മോനെ നടു റോട്ടിൽ വെട്ടിക്കൊന്ന്. ഇങ്ങനെ എന്തൊക്കെ ഉണ്ടായി. മുജാഹിദുകൾ ആരും അതൊന്നും ഒരു പ്രശ്നമാക്കിയില്ല. അവിടെ കലാപുണ്ട് എന്ന് പറഞ്ഞില്ല, പ്രയാസമുണ്ട് എന്ന് പറഞ്ഞില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോ ഇവിടെ പത്രങ്ങളിലും മറ്റൊക്കെ കുറെ എന്തൊക്കെയോ പ്രയാസം വായുമ്പോഴൊക്കെ വല്ലാത്ത പ്രയാസം ആളുകൾ പ്രകടിപ്പിക്കുന്നു. അതിനൊരു മാറ്റം എന്താണെന്ന് അറിയോ? ഇപ്പൊ ഞാനിവിടെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിറങ്ങുന്ന സന്ദർഭത്തിൽ എന്റെ ഷർട്ടിന്റെ സോളറിൽ സ്വല്പം ഗ്രീസ് ഉണ്ടെങ്കിൽ എന്റെ സംഘാടകര് പറയും, മൗലവി സ്വല്പം ഗ്രീസ് ആയിട്ടുണ്ട് എന്ന് പറയും. അതിസ്ഥാനത്ത് തൊട്ടപ്പുറത്ത് കൂടെ ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോ വർക്ക് ഷോപ്പിൽ ജോലി ചെയ്യുന്നവന്റെ തലയെ കൂടെ ഗ്രീസിന്റെ പെട്ടി വീണിട്ടുണ്ടെങ്കിലും സംഘാടകർക്ക് ഒരു പരാതിയില്ല. എനിക്ക് അതിന്റെ പേരിൽ സംഘാടകരോട് തെറ്റാൻ പറ്റുമോ? എന്നതുപോലെ തന്നെയാണ് ഞങ്ങൾ സത്യധാരക്കാരന്റെ ഈ സങ്കടത്തെയും കാണുന്നത്. അവരോട് ഞങ്ങൾ വളരെ ആദരവോടുകൂടെ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പക്ഷെ എങ്കിലും എൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരെ തള്ളുന്നില്ല, മഹാന്മാരെ ഞങ്ങൾ തള്ളുന്നില്ല. ഇത് കേൾക്കുന്ന ഉസ്താദാക്കന്മാരുണ്ടാവുമല്ലോ, അവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസമാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് മഹാനായ ഇമാം അശ്ശരി എഴുതിയ ഏതൊക്കെ ഗ്രന്ഥാണോ അള്ളാഹിന്റെ ഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടുക എങ്കിൽ ആ ഗ്രന്ഥങ്ങളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സലഫി പ്രസ്ഥാനത്തിന്റെ ഒരു പണ്ഡിതന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചിട്ട് അതിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ ഞങ്ങൾ സ്വീകരിച്ചോളാം. സമസ്തയെ സംബന്ധിച്ചിടത്തോളം AP ആവട്ടെ, EK ആവട്ടെ, സമസ്ഥാനയാവട്ടെ, അവർക്ക് ആ രൂപത്തിൽ ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ? നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. ഇമാം അശ്ശരിയുടെ റിസാലത്തു സഗറാവട്ടെ, അദ്ദേഹത്തിന്റെ ഇബാനയാവട്ടെ, അതുപോലെ തന്നെ മക്കാലത്തുൽ ഇസ്ലാമീനാവട്ടെ, ഏത് ഗ്രന്ഥമാവട്ടെ, അതിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ ഞങ്ങൾ സ്വീകരിക്കാം. അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്, ഞങ്ങൾ സ്വീകരിക്കും. അതുപോലെ മഹാനായ ഇബ്നു ഖുദാമൽ മഖ്ദിസിയുടെ അൽ മുനാദറ 1-ാം പേജ് മുതൽ അവസാനം വരെ ഞങ്ങൾ സ്വീകരിക്കാം. അതുപോലെ അദ്ദേഹത്തിന്റെ അൽ ഇത്തിഖാദ് ഞങ്ങൾ സ്വീകരിക്കാം. ഇമാമുൽ ഹറമൈനിയുടെ പിതാവായ മുഹമ്മദുൽ ജുവൈനിയുടെ റിസാലത്തും ബിൽ ഇത്ബാത്തി വൽ ഫൗഖിയ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം, തൗഹീദ് ചർച്ച ചെയ്യുന്ന കഴിഞ്ഞകാല പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും. അതേ സ്ഥാനത്ത് സമസ്തയുടെ ആളുകൾക്ക് അത് സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്കും പറയാൻ കഴിയും. എൻ്റെ സഹോദരങ്ങൾ, ഈ വസ്തുത മറന്നു പോകരുത്. ഇവിടെ കഴിഞ്ഞകാല പണ്ഡിതന്മാരെ തള്ളുന്ന ഒരു വിഭാഗമാണ് സലഫികൾ. അവർക്ക് ഖുർആനും ഹദീസേ ഉള്ളൂ. അല്ല, ഖുർആനും ഹദീസുമൊക്കെ തിരിയുന്ന മഹാരഥന്മാരായ സലഫുകൾ പറഞ്ഞ ആ മാർഗത്തിലൂടെയാണ് മുജാഹിദുകൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ സ്വന്തമായി ഖുർആനും ഹദീസും സ്വന്തമായി ഗവേഷണം ചെയ്യുന്നില്ല. മറിച്ച് ഈ ആയത്തിറങ്ങിയത് റസൂലുള്ളാഹിക്കാണ്. ഈ ആയത്ത് റസൂലുള്ള സഹാബത്തിനാ വിവരിച്ചു കൊടുത്തത്. ഈ ആയത്ത് കൊണ്ട് അവരെന്തെല്ലാം പ്രവർത്തിച്ചു അതൊക്കെ നമ്മളും പ്രവർത്തിക്കുക എന്നുള്ളതാണ് മുജാഹിദ് പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം. ഏത് കാര്യമാവട്ടെ, സലഫികൾ പറയുന്ന വിശ്വാസപരമായ കാര്യമാവട്ടെ, കർമ്മപരമായ കാര്യമാവട്ടെ, ഇവർ മുൻഗാമികളായ ആളുകൾ പറയാത്തതിനില്ല. ഇപ്പൊ റബീഉൽ അവ്വൽ മൗലിദ് ആഘോഷിക്കാൻ റസൂലുള്ളാഹി നടത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞങ്ങൾ പങ്കെടുക്കാം, സഹാബത്തുണ്ടെങ്കിൽ ഓക്കെ പങ്കെടുക്കാം, പണ്ഡിത ലോകത്തിന്റെ ഇജ്മാ ഉണ്ടെങ്കിൽ ഓക്കെ പങ്കെടുക്കാം. ഈ രൂപത്തിലാണ് സലഫികളെ സംബന്ധിച്ചിടത്തോളം. ആയത്തും ഹദീസും സ്വന്തമായി ഇജ്തിഹാദ് ചെയ്യുന്ന ഒരു പരിപാടിയുമില്ല.
ഇമാം ഷാഫി പോലെ, അബൂ ഹനീഫ പോലെ, അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള ആളുകളൊക്കെ കർമ്മ മേഖലയിൽ കണ്ടെത്തിയതായ ഗവേഷണ പഠനങ്ങളെ വളരെ ആദരവുകളോടെ കാണുകയും അതിൽ പ്രമാണബദ്ധിതമാണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പ്രഖ്യാപിച്ച കാര്യങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് സലഫികളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് ശിർക്ക് എന്താണ്, അതുപോലെ തൗഹീദ് എന്താണ് എന്നൊന്നും മനസ്സിലാക്കാത്ത ഒരു സമൂഹമായി നമ്മുടെ ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതിൽ അള്ളാഹു നമുക്ക് ഇളവ് നൽകുകയില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് എന്താണെന്നും തൗഹീദ് എന്താണെന്നും അറിയേണ്ടതുണ്ട്. മാത്രമല്ല സലഫികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുസ്ലിം ബഹുഭൂരിഭാഗം എന്ന് പറയപ്പെടുന്ന ആളുകളുമായി സലഫികൾ വലിയ അന്തരമാണുള്ളത്. സലഫികൾ ഇവിടെയുള്ള മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ ആദർശവുമായി വളരെ ശക്തമായി അകന്നു നിൽക്കുന്നു. അവരുടെ ആദർശവുമായി ബന്ധമില്ല, അതിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. അതിൻ്റെ മാറ്റങ്ങൾ, വ്യതിരക്തതകൾ അറിയാതെ പോവാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അള്ളയല്ലാത്തവരോട്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അതിന് ഇസ്ലാമിൽ തെളിവുണ്ട്, ഖുർആനിൽ തെളിവുണ്ട് എന്ന് കേരളത്തിലെ മുസ്ലിം ഭൂരിഭാഗം പറയുമ്പോൾ സലഫികൾ പറയുന്നത് ഇല്ല, തെളിവില്ല എന്ന. സലഫികളുടെ വകയല്ല, അല്ല പറയുന്നുണ്ട്, അല്ല അല്ലാത്തവരോട് ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ ഒരു പ്രമാണവുമില്ല എന്ന് അല്ല പറഞ്ഞപ്പോൾ സലഫികൾ അവിടെ നിന്നു. മുസ്ലിം ഭൂരിപക്ഷം നമ്മുടെ നാട്ടിൽ സമസ്തയുടെ സഹോദരങ്ങൾ, അതുപോലെയുള്ള സംഘടനയുടെ ആളുകളൊക്കെ അല്ലയല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടെന്ന് പറഞ്ഞു. സലഫികൾ പറയുന്നു ഇല്ല. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ശിർക്കാണ്, ചെയ്ത അമലുകൾ ബാത്തിലാണ്. അതുപോലെ തന്നെ സലഫികൾ പറയുന്നു അള്ളാഹുവിനെ പോലെ കേൾക്കാൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ മുസ്ലിം ഭൂരിപക്ഷം പറയുന്നു അള്ളാഹിനെ പോലെ കാണും, അള്ളാഹിനെ പോലെ കേൾക്കുമെന്ന് പറയുന്നു. ഇല്ല, അള്ളാഹ് അവന്റെ ഖുർആനിൽ പറഞ്ഞതേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് സലഫികൾ. ലൈസ കമിത്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ പോലെ ഒന്നുമില്ല. അവനെല്ലാം കാണുന്നു, അവനെല്ലാം കേൾക്കുന്നു. അതുകൊണ്ട് അവനെ പോലെ കാണും, അവനെ പോലെ കേൾക്കുമെന്ന് പറയാൻ നിർവാഹമില്ല എന്ന് സലഫികൾ പറയുന്നു. അത് ഈ പ്രമാണം പറയുന്നത് കൊണ്ട് അള്ള പറഞ്ഞത് കേൾക്കുക. അതുപോലെ തന്നെ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കണം, അതിനുള്ള ജാറങ്ങളും മക്ബറകളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അത് പറയുന്നു. അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പ്രമാണമല്ലാതെ ഇബ്ലീസിന്റെ പ്രമേയമാണെന്നാണ് നമ്മുടെ മുസ്ലിം ഭൂരിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തേക്ക് പടച്ച തമ്പുരാൻ ഇറക്കിയ ഖുർആൻ പറയുന്നത് കുൽ ഇന്നമാ അദ്ഉ റബ്ബി ലാ ഉശ്രികു ബിഹി അഹദ. നബിയെ തങ്ങൾ പറയൂ, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നു, അവനിൽ ആരെയും ഞാൻ പങ്കു ചേർക്കുന്നില്ല എന്ന്. ഇത് അള്ള പറഞ്ഞപ്പോൾ സലഫികൾ അവിടെ നിന്നു. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകൾ എന്ത് പറയുന്നു എന്ന് നോക്കാൻ നിർവാഹമില്ല. കാരണം എന്താ? മരണപ്പെട്ടു പോകണം എന്ന പേടി കൊണ്ട് മാത്രമാ, ആരോടുമുള്ള പ്രത്യേക താല്പര്യം കൊണ്ടൊന്നുമല്ല. അതുപോലെ തന്നെ മരിച്ചുപോയ മഹാന്മാരോട് ദ്വാ ചെയ്താൽ ദ്വാ അവർ കേൾക്കും, അതുപോലെ ജീവിച്ചിരിക്കുന്ന മഹാന്മാരൊക്കെ ദ്വാ ചെയ്താൽ കേൾക്കും എന്നൊരു വിഭാഗം ആളുകൾ. അതുപോലെ തന്നെ നവോത്ഥാന മേഖലയിൽ പരിജ്ഞാനമുള്ള ആളുകൾ പോലും ഇവിടെയുള്ള ആൾ ദൈവങ്ങളോടും മറ്റുമൊക്കെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന അവർ കേൾക്കുമെന്നൊക്കെ ഉള്ള ധാരണയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങൾ അവരോട് ദ്വാർന്നാൽ നിങ്ങളുടെ ദ്വാ കേൾക്കൂല. അല്ല കേൾക്കൂല എന്ന് പറഞ്ഞാൽ അല്ല പറഞ്ഞു കൊടുത്ത് നിൽക്കുക. ഇത് സലഫികളുടെ പ്രത്യേക ഭരണഘടനയല്ല, അള്ളാഹിന്റെ ഖുർആനിന്റെ ഭരണഘടനയാണ്. അതുപോലെ സലഫികൾ പറയും നമ്മുടെ ബഹുഭൂരിഭാഗം ആളുകളിലും ഐക്കല്ല് കെട്ടുന്ന, ദേഹരക്ഷയ്ക്ക് വേണ്ടി നൂലും എന്തെങ്കിലുമൊക്കെ മന്ത്രിച്ച് കെട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. സലഫികൾ പറഞ്ഞു അത് ശിർക്കാണ്, പാടില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക. അള്ളാഹു ഖുർആൻ ഇറക്കി കൊടുത്ത റസൂൽ ഇങ്ങനെ പറഞ്ഞപ്പോ സലഫികൾ അവിടെ നിന്നതാ. റസൂലുള്ള പറഞ്ഞു ഐക്കല്ല് കെട്ടിയ ശിർക്കാണ്, അവൻ ഇസ്ലാമെന്ന് പുറത്താണ്. ലോകത്ത് ഇസ്ലാമിന്റെ ഭരണഘടന, അതായത് ഖുർആനും ഹദീസും ഭരണഘടനയായി സ്വീകരിച്ച സൗദി അറേബ്യയിൽ ഒരാൾ ഐക്കല്ല് കെട്ടി നടന്നാലുള്ള വിധി എന്താ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യമൻ ബോർഡറിലെ ജിസാൻ പ്രവിശ്യയിൽ വെച്ചുകൊണ്ട്
ഒരു മലയാളി കോഴിക്കോട്ടുകാരനെ പോലീസ് പിടിക്കുകയുണ്ടായി. അദ്ദേഹത്തെ പിടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അരയിൽ ഐക്കല്ലുണ്ട്. കോടതിയിൽ വന്നപ്പോൾ അവിടുത്തെ ജഡ്ജി വിധിച്ചത് എന്താണെന്നറിയോ? ഐക്കല്ല് കെട്ടിയ വകയില് 6 മാസം ജയിൽ ശിക്ഷയും 40 ചാട്ടവാറടിയും. കാരണം ഇത് വിധിക്കാൻ കാരണം ഇവിടെ നമ്മുടെ കോടതി അല്ലെങ്കിൽ സൗദി അറേബ്യ ഖുർആനിന്റെയും ഹദീസിന്റെയും ഭരണഘടനയാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഈ രൂപത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സലഫികളും നമ്മുടെ ഭൂരിഭാഗം ആളുകൾക്കിടയിലുമുണ്ട്. ആ വ്യത്യാസങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ ചുരുങ്ങിയ വേളയിൽ ആ കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് ഞാൻ സമയം നീക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നിരവധി പണ്ഡിതന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ആദരണീയ പണ്ഡിതൻ ഷിഹാബ് എടക്കര ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വഴിമാറിക്കൊടുക്കുകയാണ്. കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിക്കണം. നമ്മുടെ ഖബറിലേക്ക് പരലോകത്തേക്കുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ ചുരുങ്ങിയ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു